ആദം നബി അലൈഹിസ്സലാമിൻ്റെ കഥ. ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ മനുഷ്യദൈവമായിരുന്നു ആദം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹവും ഭാര്യ ഹവ്വായും മനോഹരമായ ഒരു പൂന്തോട്ടത്തിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ അല്ലാഹു അദ്ദേഹത്തിന് വസ്തുക്കളുടെ പേരുകൾ, അക്ഷരമാല, ചുരുളുകൾ നടുന്ന രീതി, അപ്പം ചുടുന്ന രീതി എന്നിവ പഠിപ്പിച്ചു. ഇസ്ലാമിലെ ആദ്യത്തെ പ്രവാചകൻ ആദം നബി അലൈഹിസ്സലാമാണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് ശേഷം വരുന്നവർക്ക് അല്ലാഹുവിന് കീഴടങ്ങാൻ പഠിപ്പിച്ചു. കഥയുടെ ദുഃഖകരമായ ഭാഗം എന്തെന്നാൽ, വിലക്കപ്പെട്ട കനി തിന്നാൻ സാത്താൻ ആദമിനെയും ഹവ്വായെയും പ്രലോഭിപ്പിച്ചു എന്നതാണ്. അവർ അനുസരണക്കേട് കാണിച്ചതിനാൽ അവർക്ക് തോട്ടം വിട്ട് കൂടുതൽ ബുദ്ധിമുട്ടുള്ള ജീവിതം നയിക്കേണ്ടി വന്നു. എന്നാൽ ആദം നബി അലൈഹിസ്സലാം തൻ്റെ ജീവിതകാലം മുഴുവൻ, അതായത് ഏകദേശം 1000 വർഷം നീണ്ടുനിന്ന അല്ലാഹുവിനോട് വിശ്വസ്തത പുലർത്തിയെന്ന് അറിയുന്നതിലൂടെ നിങ്ങളുടെ കുട്ടിക്ക് കഥയിൽ പ്രതീക്ഷയും പ്രചോദനവും കണ്ടെത്താൻ കഴിയും. എല്ലാ കാര്യങ്ങളിലും അവൻ അല്ലാഹുവിൻ്റെ ഇഷ്ടം അന്വേഷിക്കുകയും അടുത്ത തലമുറകളെ അല്ലാഹുവിന് കീഴ്പ്പെടാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവർ ആ പഴം തിന്നതിൻ്റെ പേരിൽ സ്വർഗ്ഗത്തിൽ നിന്നും അല്ലാഹു അവരെ പുറത്താക്കി. കുറേ വർഷങ്ങൾക്ക് ശേഷം അവർ ഭൂമിയിൽ പോയി പണിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ചെറിയൊരു വീടുണ്ടാക്കി അതിൽ താമസിക്കാൻ തുടങ്ങി. അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായി. കാബീൽ, ഹാബീൽ എന്നാണ് അവരുടെ പേര്. പിന്നെ 2 പെൺമക്കളും ഉണ്ടായി. വിവാഹപ്രായമെത്തിയപ്പോൾ ഹാബീലും കാബീലും അവരുടെ സഹോദരിമാരെ വിവാഹം ചെയ്തു. കാബീലിൻ്റെ ഭാര്യ സുന്ദരിയും ഹാബീലിൻ്റെ ഭാര്യ അത്ര സുന്ദരിയല്ലായിരുന്നു. ഇതിന് കാബീലിന് ഹാബീലിനോട് ഭയങ്കര ദേഷ്യമായിരുന്നു. ഭൂമിയിൽ അന്ന് വേറെ ഒരു സ്ത്രീകളും ഇല്ലാത്തതിനാലാണ് ഇവർ പരസ്പരം സഹോദരങ്ങൾ വിവാഹം കഴിച്ചത്. അങ്ങനെ കാബീലിന് ഹാബീലിനോട് അസൂയ തോന്നി. ഹാബീലിനെ കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു കല്ലെടുത്ത് ഹാബീലിൻ്റെ തലക്കടിച്ചു കൊന്നു. അതായിരുന്നു ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകം. അങ്ങനെ ഈ മരിച്ചുപോയ ശവശരീരം എന്ത് ചെയ്യുമെന്നറിയാതെ കാബീൽ വെപ്രാളപ്പെട്ടു. അപ്പോഴാണ് 2 കാക്കകൾ അവിടെ വഴക്കടിക്കുന്നത് കണ്ടത്. അവസാനം ഒരു കാക്ക അതിൽ നിന്ന് ചത്തു വീണു. അങ്ങനെ ആ ചത്ത കാക്കയെ മറ്റേ കാക്ക മറമാടുന്നത് കാബീൽ ശ്രദ്ധയോടെ നോക്കി നിന്നു. അങ്ങനെ ഹാബീലിൻ്റെ ശവശരീരം അതുപോലെ മറവ് ചെയ്തു. അങ്ങനെ കാബീൽ നാട് വിട്ടുപോയി. വീട്ടിലേക്ക് മടങ്ങാനുള്ള നിരാശ കാരണം ഹാബീൽ നാട് വിട്ടുപോയി. ഇതെല്ലാം ആദം നബിക്ക് അറിയാമായിരുന്നു. എല്ലാം അല്ലാഹു തആല അറിയിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ ആദം നബിക്ക് 2 മക്കളെയും നഷ്ടപ്പെട്ടു. അങ്ങനെ ആദം നബിക്ക് കുറേ മക്കളുണ്ടായി. ഒരുപാട് സ്നേഹത്തോടു കൂടിയാണ് ആ മക്കളെ ആദം നബി വളർത്തിയത്. അങ്ങനെ അവസാനം ആദം നബിക്ക് വയസ്സായി. ആദം നബി ഈ ലോകത്തോട് വിട പറഞ്ഞു. ആദം നബിയുടെ കഥ ചുരുക്കത്തിലാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. ഇനിയും മറ്റ് സഹാബാക്കളുടെ കഥയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ്.